ഇനി നിങ്ങൾക്ക് ഞാൻ വായിക്കുന്നത് ശാഫിഈ മദ്ഹബിലെ ഗ്രന്ഥമാണ്. ശാഫിഈ മദ്ഹബിന്റെ മുഹദ്ദിറായ ലോക പ്രശസ്ത പണ്ഡിതനായ മഹാനായ യഹ്യ ഇബ്നു ശറഫ് നവാവി റഹിമഹുല്ലാഹ്, നവവി ഇമാം റഹിമഹുല്ലാഹ്. സഹോദരന്മാരെ, ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബ് എന്ന ലോക പ്രശസ്തമായ കിതാബിൽ, ഏറ്റവും മുഅ്തമദായ കിതാബിൽ മഹാനവറുകൾ എഴുതി രേഖപ്പെടുത്തുകയാണ്. മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ എങ്ങനെയാണ് സിയാറത്തിന് പോകേണ്ടത് അത് വിവരിച്ചുകൊണ്ട് പറയുകയാണ്. ثم يرجع الى موقفه في الاول قبالة وجه رسول الله صلى الله عليه وسلم. റസൂലുള്ളാഹിന്റെ മുഖത്തിന് നേരെ പോയി നിൽക്കണം. വയതവസ്സലു ബിഹി ഫീ ഹഖ് നഫ്സിഹി, അവന്റെ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹിനെ ഇടയാളനാക്കി ചോദിക്കണം. വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു, അല്ലാഹുവിലേക്ക് റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണം, റസൂലുള്ളാഹിനെ ഇടയാളനാക്കി ശഫാഅത്ത് തേടണം. വമിൻ അഹ്സനി മാ യഖൂലു, വളരെ നല്ലതാണ് മഹകാഹുൽ മാവർദി വൽ ഖാദി അബു തയ്യിബ്, ഖാദി അബു തയ്യിബും മാവർദിയും ഉദ്ധരിച്ച ഒന്ന്. വസായിറു അസ്ഹാബിനാ, നമ്മളെ ശാഫിഈ മദ്ഹബിലെ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞൊരു കാര്യം, അനിൽ ഉത്ബി, ഇമാം ഉത്ബി റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിച്ചുകൊണ്ട്. അതെന്താണ്? അതെ, മുസ്തഹ്സിനീന ലഹു, എല്ലാ ഇമാമിങ്ങളും അത് പുണ്യകർമ്മമാണെന്നാണ് പറയുന്നത്. എന്താണത്? കുന്തു ജാലിസൻ ഇൻദ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിൽ ഇരിക്കുമ്പോ ഒരു ഗ്രാമീണൻ വന്നു. فقال السلام عليك يا رسول الله سمعت الله يقول ولو انهم ظلموا انفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. ولو انهم എന്ന ഈ ആയത്ത് ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ വിളിച്ച് സലാം പറഞ്ഞുകൊണ്ട് ആ ഗ്രാമീണനായ വ്യക്തി പറഞ്ഞു, വഖദ് ജിതുക മുസ്തഗ്ഫിറൻ മിൻ ദംബി, നബിയെ തങ്ങളടുത്ത് ഞാൻ വന്നത് എന്റെ പാപത്തിൽ മോചനം ചോദിക്കുന്നവനായ നിലക്കാണ്. മുസ്തശ്ഫിഅൻ ബിക, തങ്ങളെ കൊണ്ട് അല്ലാഹുവിനോട് ശുപാർശ തേടുന്നവനായ നിലക്കാണ്. ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ശുപാർശ തേടുന്ന നിലക്കാണ്. സുമ്മ അൻസാ യഖൂലു, പിന്നെ ആ ഗ്രാമീണനായ വ്യക്തി അങ്ങ് ചൊല്ലി, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അളൂമുഹു ഫതബ മിൻ طيبهن القاع واللكم نفسي الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ഈ മദീനയിൽ മറവ് ചെയ്യപ്പെട്ട ഏറ്റവും ഖൈറായ നബിയെ, തങ്ങളെ മറവ് ചെയ്തത് കൊണ്ട് ഈ രാജ്യം മുഴുവനും പുണ്യഭൂമിയായി പോയി നബിയെ. ഇതിന്റെ തൊട്ടടുത്തുള്ള കുന്നും പർവ്വതവും ഒക്കെ പുണ്യഭൂമിയായി പോയി നബിയെ. തങ്ങളെ ഖബറിന് ഞാനിതാ എന്റെ ശരീരം സമർപ്പിക്കുന്നു നബിയെ. തങ്ങൾ താമസിക്കുന്ന ഖബറിന് ഞാൻ എന്റെ ശരീരം സമർപ്പിക്കുന്നു നബിയെ. ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, ആ ഖബറിന് ധാരാളം ഔദാര്യം കിട്ടുന്നു നബിയെ. ആ ഖബറിന് ധാരാളം സംഭാവന കിട്ടുന്നു നബിയെ. ആ ഖബർ മുഖേന ഒരുപാട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നു നബിയെ. സുമ്മൻ സറഫ, അങ്ങനെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയതിനു ശേഷം അദ്ദേഹം അങ്ങ് പോയി. ഫഹമലത്തിനി ഐനായ, അപ്പോൾ എന്റെ രണ്ട് കണ്ണും എനിക്ക് അങ്ങോട്ട് ചിമ്മിപ്പോയി, അല്പം ഉറങ്ങിപ്പോയി. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടു. ഫിന്നൗമി, ഉറക്കിൽ. ഫഖാല യാ ഉത്ബി, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഉത്ബി ഇൽഹഖിൽ അറാബിയ, ആ അറാബിയുടെ അടുക്കലേക്ക് നിങ്ങളൊന്ന് ചെല്ലൂ. ഫബശ്ശിറുഹു ബി അന്നല്ലാഹു തആല ഖദ് ഗഫറ ലഹു, അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു പോയി. എന്നെ വിളിച്ച് തേടിയില്ലേ, അല്ലാഹു പുറത്തു കൊടുത്തു പോയി എന്ന് വിവരം അറിയിക്കൂ. ഇങ്ങനെ ഉത്ബി റളിയല്ലാഹു അൻഹുവിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. ഈ സംഭവം എല്ലാ ഇമാമികളും അംഗീകരിച്ചുകൊണ്ട് അതുപോലെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്നത് പുണ്യമാണെന്ന് എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ടെന്ന് ആരാ പറയുന്നത്? സഹോദരന്മാരെ, ലോകത്തുള്ള ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായ, ഏറ്റവും വലിയ ഫിഖ്ഹി പണ്ഡിതനായ, ഏറ്റവും വലിയ സൂഫി വര്യനായ, ഏറ്റവും വലിയ ആരിഫായ, ഏറ്റവും വലിയ മുത്തകല്ലിമായ, എല്ലാ വിഷയത്തിലും
കിതാബുകൾ രചിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എത്ര കിതാബാണ്. റിയാദുസ് സാലിഹീൻ മുതൽക്ക് അതേ ബുസ്താനുൽ ആരിഫീൻ മുതൽക്ക് സുബ്ഹാനല്ലാഹ് മിൻഹാജും അതേ അതുപോലെ തന്നെ അവിടുന്ന് റൗളയും സറഹുൽ മുഹദ്ദബും ഈളാഹും സറഹ് മുസ്ലിമും സറഹുൽ ബുഖാരിയും അങ്ങനെ എത്രയോ കിതാബുകൾ രചിച്ച് ജീവിച്ചിട്ട് ഒരു ദിവസം പോലും ഗവൺമെന്റിൽ നിന്ന് ശമ്പളം പറ്റാതെ സുബ്ഹാനല്ലാഹ് എല്ലാ ദിവസവും സുന്നത്തുള്ള ദിവസങ്ങൾ ഒരൊറ്റയും ഒഴിവാക്കാതെ നോമ്പെടുത്ത് സുബ്ഹാനല്ലാഹ് രാത്രി സമയത്ത് എത്രയോ നീണ്ട നിസ്കാരം നിർവഹിച്ച് എത്രയോ ആയിരക്കണക്കിന് കറാമത്ത് കണ്ട ഇബ്നു തൈമിയ്യ വരെ, ഇബ്നുൽ ഖയ്യിം വരെ, ഇബ്നു കസീർ വരെ, ഹാഫിദുൽ ദഹബി വരെ, എന്തിനധികം പറയണം ഇബ്നു അബ്ദുൽ വഹാബ് വരെ ഒരു പണ്ഡിതനും ഒരിക്കലും തന്നെ തള്ളി പറയാൻ കഴിയാത്ത സക്കരിയ സലാഹിയും അതുപോലെ ഹുസൈൻ സലഫിയും ഒക്കെ നാഴികക്ക് 40 വട്ടം എടുത്ത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന പണ്ഡിതനായ ഇമാം നബവി രേഖപ്പെടുത്തുന്നത് റസൂലുള്ളാഹിനെ വിളിക്കല് പുണ്യമാണ്, സഹായം തേടല് പുണ്യമാണ്, അതെല്ലാവരും ചെയ്യേണ്ടതാണ്. പോരാ, ഇന്നും നിങ്ങൾ മദീനയിൽ ചെന്നാൽ എല്ലാവരും ചൊല്ലേണ്ടതായതുകൊണ്ട് സാധാരണക്കാർക്ക് അത് അറിയാതിരിക്കരുതെന്ന് മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആ റൗള ശരീഫിന്റെ ആ ജാറത്തിന്റെ ചുമരിലുള്ള അതിന്റെ അതാ റൗണ്ട് ആയിട്ടുള്ള പില്ലർ, ആ പില്ലറിന്റെ മേലെ നല്ല സ്വർണ്ണലിപി കൊണ്ടതാ കൊല്ലങ്ങളായി കൊത്തിവെച്ചിരിക്കുന്നു ഈ പദ്യം, സ്വർണ്ണലിപി കൊണ്ടതായി എഴുതി വെച്ചിരിക്കുന്നു ഈ പദ്യം. ഇപ്പോഴും ചെന്ന് നോക്കൂ. യാ ഖൈറ മൻദൂഫീനത് ബിൽഖാഇ അളൂമുഹു ഫതബ മിൻ طيبهن القاع واللكم نفسي الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. എല്ലാ കിതാബിലും ഉള്ളതിന്റെ പുറമെ മദീനത്തെ പള്ളിന്റെ ചുമരുമ്മലും എഴുതി വെച്ചിരിക്കുന്നു. ലോകത്തൊരു മുസ്ലിമിനും തർക്കമില്ല കേട്ടോ. എന്നിട്ടോ നമ്മളെ മൗലവി ആവർത്തിച്ച് നാദാപുരത്ത് വന്നിട്ട് പറയുന്നു റസൂലുള്ളാഹിനെ വിളിക്കുകയും പറയുകയും ചെയ്താൽ മുശ്രിക്കായി പോയി, കാഫിറായി പോയി. ഓ സഹോദരന്മാരെ, ആഖിറത്തിലെ ഗതി എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണേ.